നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കും വിധം ഓട്ടോറിക്ഷകൾ പോലെയുള്ള വണ്ടികൾ. എന്ത് എഴുതി കളിക്കുന്നത് മനസ്സിലാവില്ല. മോർണിംഗ് ലണ്ടൻ. മോർണിംഗ് ലണ്ടൻ എന്നാണോ? ആ കാണുന്നത് കേരള ടൂറിസം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ലണ്ടൻ UK ബസ്സാണ്. ബാക്കിൽ കാണാൻ കേരള ഗോഡ്സ് ഓൺ കൺട്രി. അങ്ങനെ ഞങ്ങൾ എത്ര ദൂരം നടന്നു പോയതാണെന്നറിയാമോ അല്ലേ? കോടികൾ സമ്പാദിക്കുന്ന രാഹുൽ. ഹലോ UKR വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾ ഡിസംബർ 31 ഞങ്ങൾ ലണ്ടനിൽ പോവാണ്. ഇവിടുത്തെ ന്യൂ ഇയർ ഫയർ വർക്ക്സ് ഒക്കെ കാണാനായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ലൂട്ടൺ ചെയ്യുന്ന ഗ്രീൻ ലൈനിന് കയറി ലണ്ടൻ പോയി ഇറങ്ങാനാണ്. ഇപ്പം സമയം ഉച്ചയ്ക്ക് 3:30 ഇതിന് നേരത്തെ പോകേണ്ടിയായിരുന്നു, പക്ഷേ ഞങ്ങൾ ലേറ്റായി, എണ്ണിക്കാനൊക്കെ താമസിച്ചു. അതാണ് കാരണം. ഇങ്ങനെ ഞങ്ങൾ ഇപ്പം ഇൻ്റർചേഞ്ചിൻ്റെ ഓപ്പോസിറ്റുള്ള സ്റ്റാർബക്സിൽ നിൽക്കുകയാണ്. അപ്പം അമ്മമാർ വരാൻ ലേറ്റായി. ഫ്രണ്ട്സ് ഇപ്പം സ്റ്റാർബക്സിൽ കയറി ഹോട്ട് ചോക്ലേറ്റൊക്കെ കുടിച്ചിട്ടിരിക്കുന്ന അമ്മാപ്പൻ. ഇനി അവിടെ ഒരു ബസ് കിടപ്പുണ്ട്, എപ്പോഴാണ് ഇനി എടുക്കുന്നതെന്ന് അറിയത്തില്ല. നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. ഏതാ ഹേസൽനട്ടിൻ്റെ ഒരു ഹോട്ട് ചോക്ലേറ്റ് നല്ലതായിരുന്നു, നല്ല ടേസ്റ്റുണ്ട്. അങ്ങനെ ഞങ്ങൾ 4:30 ബസ്സിന് കയറുകയാണ്. ഇതാണ് ഗ്രീൻ ലൈന്. ഇതിന് കയറി ലണ്ടനിൽ പോയി ഇറങ്ങാനാണ്. ലണ്ടൻ വിക്ടോറിയക്കുള്ള ഗ്രീൻ ലൈനാണിത്. അങ്ങനെ ഞങ്ങൾ ലണ്ടനിലെത്തി. ഇന്നിപ്പം മക്ഡി കയറി ഫുഡ് കഴിക്കുന്നു. ഇപ്പോൾ സമയം 7 മണിയാകാറായി. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. നിങ്ങളെന്തായിരുന്നു? സ്വീറ്റ് ചില്ലി ചിക്കനാണ്, റാപ്പ്. ഞാൻ ബിഗ് മാക്, പിന്നെ ഒരു പെപ്സി, ഇവർ ചോക്ലേറ്റ് ഷേക്ക്. നോക്കിയപ്പോഴത്തേനാണ് എന്താ അതെ സലിംഗി കയറിയതിൻ്റെ ഒരു വീഡിയോ ആണ്. യൂട്യൂബറാണ്. മാത്തൻ്റെ കല്യാണം, അതാണ് നമ്മുടെ ടോപ്പിക്. പറയൂ. ഞങ്ങളുടെ വീട്ടിൽ നിന്നോ എനിക്ക് കുഴപ്പമില്ല. നമുക്കിന്ന് അർമാദിക്കണം. മതി. ഓക്കെ, ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ എങ്ങോട്ടെന്നറിയാതെ വെറുതെ നടക്കുകയാണ്. രാത്രി 12 മണിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ എവിടെയെങ്കിലും നിൽക്കണം. ഇപ്പം ഞങ്ങൾ വിക്ടോറിയ സ്റ്റേഷൻ്റെ ഇതിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. കണ്ടോ, ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ നിന്ന് മക്ഡിയിൽ നിന്ന് ക്ലോസ് ചെയ്തു, ഇറങ്ങിക്കോളാൻ പറഞ്ഞു എല്ലാവരോടും. അപ്പോൾ ഇതിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടക്കുകയാണ്. ഇത് വിക്ടോറിയ സ്റ്റേഷനാണ് കേട്ടോ. ഇനി അങ്ങോട്ട് തിരക്ക് തുടങ്ങത്തേ ഉള്ളൂ. ആൾക്കാരെല്ലാവരും ഇപ്പം 7:15 ആകുന്നതേ ഉള്ളൂ. എടാ ശരിക്കും അങ്ങോട്ടാണ് പോകുന്നേ? ആർക്കും അറിയത്തില്ല, വെറുതെ നടക്കാൻ പോവുകയാണ് ഞങ്ങൾ. അങ്ങോട്ടാകുമല്ലോ പോകുന്നേ. അങ്ങനെ ഞങ്ങൾ വിക്ടോറിയ തെരുവിലൂടെ പാതിരാത്രിയിൽ തേരാപ്പാര നടക്കുകയാണ്. വേണ്ട അതുവഴി ഇതുവഴിയൊക്കെ ചുമ്മാ നടന്ന് ഇപ്പോൾ ഈ ലൈറ്റിംഗ് ഒക്കെ കാണുകയാണ്. രസമുണ്ട് ലൈറ്റിംഗ് ഒക്കെ.
കാണാമല്ലോ, നല്ല രസമുണ്ടല്ലേ ക്രിസ്മസ് ട്രീ. എന്തുവാ നല്ല ലൈറ്റിംഗ് ആണ് ഇവിടെ. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ചുകൂടെ മതി. വണ്ണച്ചിട്ടുന്നുണ്ട്, വണ്ണച്ചിട്ട്. ആ കാണുന്നത് കേരള ടൂറിസം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ലണ്ടൻ UK ബസ്സാണ്. ഇത് ഫുള്ള് കേരളത്തിൻ്റെ ഇതാണ്. ഇതേപോലെ വേറെ ബസ്സുകളും ഉണ്ട്, ഇത് മാത്രമല്ല വേറെ ബസ്സുകളും ഉണ്ട്. ഫുള്ള് കേരളത്തിൻ്റെ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സ്റ്റിക്കറുകളാണ്. ഞാൻ ഇച്ചിരൂടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. എൻ്റെ ബാക്കിൽ കാണാൻ കേരള ഗോഡ്സ് ഓൺ കൺട്രി അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഗോ കേരള. ഗോ കേരള. ഓക്കെ, അങ്ങനെ ഞങ്ങൾ രാഹുലിനെ വെയിറ്റ് ചെയ്ത രാഹുൽ എത്തിയിരിക്കുന്നു. സോറി, അത് ഫേസ് പാക്ക് ചെയ്യുന്നതാണ്. എന്താ അങ്ങനെ രാഹുൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ തിരിച്ച് പിന്നെയും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഇവനെ പിക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങൾ തിരിച്ച് വിക്ടോറിയ സ്റ്റേഷനിൽ എത്തി. ഞങ്ങൾ എത്ര ദൂരം നടന്നു പോയതാണെന്നറിയാമോ അല്ലേ? കോടികൾ സമ്പാദിക്കുന്ന രാഹുൽ. ഞങ്ങൾക്കെല്ലാം ഓഫാ. ഞങ്ങളെല്ലാം ഓഫ് എടുത്ത് കഷ്ടപ്പെട്ട് ഓഫ് എടുത്ത് ചോദിച്ച് വാങ്ങിച്ച് ഇവിടെ വന്നിട്ട് വിക്ടോറിയ സ്റ്റേഷൻ കണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരുത്തൻ ഡ്യൂട്ടിക്ക് പോയിട്ട് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ. പോട്ടെ, കൂട്ടുകാരല്ലേ. ഇങ്ങനെ ഞങ്ങൾ പാലസിൻ്റെ അകത്തൂടെ ഇറങ്ങി നേരെ ലണ്ടനയെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇപ്പോൾ എവിടെ എത്തുമെന്നൊരു പിടിയില്ല. ചിലപ്പം ഞങ്ങളാരും ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോയി കാണാനായിട്ടാണ് പ്ലാന്. അപ്പം ഞങ്ങൾ വലിയ ഐഡിയ ഒന്നുമില്ല, ചുമ്മാ അങ്ങ് നടക്കുകയാണ്. എവിടെയെങ്കിലും കിട്ടുന്നിടത്ത് പോയി എടുക്കുക, കാണുക, എന്തായാലും ആക്കാം. ബിഗ് ബാൻഡ് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. അതാ കാണുന്നത്. ബിഗ് ബാൻഡാണ്. ഇനി ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. എന്താണ് ശരിക്കും പറഞ്ഞത്? ഞാൻ ശരിക്കും കേട്ടില്ല. എന്താ പറഞ്ഞേ? പുള്ളി എന്താ പറഞ്ഞേ? അങ്ങനെ തിക്കിനും തിരക്കിനിടയിൽ കൂടെ ഞങ്ങൾ നുഴഞ്ഞ് കയറി വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ്? ലണ്ടനിലേക്ക്. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ജനസാഗരമാണ്, ജനസാഗരം. കാണാമോ എന്നറിഞ്ഞൂടാ. മൊത്തം ആൾക്കാരാണ്, ഇങ്ങനെ നിറച്ച ആൾക്കാർ. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം ഉറപ്പിച്ചു. നല്ല അയ്യോ, ആൾക്കാരുടെ ബഹളമാണ് കേട്ടോ.
അപ്പുറത്തെ ബിൽഡിംഗ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ആ ബിൽഡിങ്ങിലുള്ളവരുടെയൊക്കെ ഭാഗ്യം ഇത് തൊട്ടടുത്തിരുന്ന് കാണാൻ. അവർക്ക് വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ മതി, ഫുൾ കാണാം. സൂം ചെയ്തൊന്ന് കാണിച്ചു തന്നാലോ. ഇങ്ങനെ കുളിമുറിയൊക്കെ സൂം ചെയ്യാറ്. എല്ലാവരുടെയും വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എന്താ അതൊക്കെ വിശാല് കഴിച്ചു. എന്തുവാ അവിടെ ഏതോ ഒരു റൂമിൽ TV കാണുന്നത്. ആ ഫ്ലാറ്റ് അവിടെ ഉള്ള ഒരു ബിൽഡിങ്ങിലെ ഡ്രോൺ ഷോ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മരം കാണാൻ ഒന്നും ക്ലിയർ അല്ല. അപ്പോൾ അതിൽ ടൈം കാണിക്കണം അല്ലേ? അതിൽ ടൈം കാണിക്കും. കൗണ്ടൗൺ അതിലുണ്ടാവും. എന്ത് എഴുതി കാണിക്കുന്നത് മനസ്സിലാവില്ല. മോർണിംഗ് ലണ്ടൻ. മോർണിംഗ് ലണ്ടൻ എന്നാണോ? പോടാ പോയാ ലണ്ടനാ താഴെ. നിങ്ങൾക്ക് വായിക്കാനും കൂടി പറ്റില്ലല്ലോ. ലണ്ടനയുടെ കിട്ടുന്നതേ ഉള്ളൂ. ആര് മോദി ചെയ്യും? എടുക്കടാ. സെറ്റ് തന്നെ. ലവ് എടുക്ക തിരിക്കാത്രേ വിട്ടു. നീ ആ ഫ്രണ്ടല്ലേ നല്ല രസമുണ്ടാണ്. സൗണ്ട്ലെസ്. ബലൂൺ വീർപ്പിച്ച് കിട്ടും. ബബിള് ബലൂണാണ് ബബിളാണ് ബലൂണാണ് 2024. ഓ സെറ്റ് സാധനം. കാറ്റ് കാരണം ഡ്രോൺ പോയി. മറ്റേ ഇൻസ്റ്റ 360 ക്യാമറ ഉണ്ടോ?
നോക്കുക ഒരു ചെറിയൊരു സാധനം. ആ ഫോണല്ലേ ആ ഇന്ത്യയുടെ ഇൻസ്റ്റാ 360 ക്യാമറ ഇല്ലടാ. മറ്റേ ബൈക്കിലൊക്കെ പോകുന്നത്. അതെ അതെ. മൊത്തം 360 ഡിഗ്രി കാണാം. ഉണ്ട് ഡ്രോൺ. അതെഴുതി കാണിക്കുമായിരിക്കും എന്തായാലും. പോവാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെ പോകും. പോയിരിക്കും. കാരണം അത് പൊക്കുമ്പോഴും താക്കുമ്പോഴും ഒരേപോലെ അല്ല എഴുതാൻ പോയാ സാധനം ആ ഇറങ്ങുക. മിച്ചമുള്ളതല്ല ഒരുമിച്ച് കത്തിച്ചേക്കാം. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെ കഴിക്കില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നോ? എല്ലാവർക്കും പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും പറ. ഹാപ്പി ന്യൂ ഇയർ. സൗണ്ട്ലെസ് പടക്കം. ഗ്രൂപ്പിലേക്ക് തട്ടി. ഡ്രോൺ ഷോ അടിപൊളിയായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ബേബി? അടിപൊളി. എല്ലാവരും പോകുന്ന തിരക്കാണ്. ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. വന്നിട്ടില്ലെങ്കിൽ കാണില്ലായിരുന്നല്ലേ? പോയിട്ടും ബസ്സൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇവിടെ നിൽക്കാൻ കുറച്ച് വൈകിട്ടുള്ളൂ രാവിലെ. രാവിലെ ഓ സോറി. ആരും നോക്കുന്നില്ല. അവിടെ കേൾക്കത്തില്ല. അതായിരിക്കും. അല്ലാതെ മൈൻഡ് ചെയ്യാത്തതല്ല. അങ്ങനെ ഞങ്ങൾ ഫയർ വർക്ക് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിക്കാഡിലി എത്തി. ഇവിടെ വേറൊരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കും വിധം ഓട്ടോറിക്ഷകൾ പോലെയുള്ള വണ്ടികൾ. എന്തുവാണ് ഇതിൻ്റെ പേര്? എന്തോ മാലാഖ എന്തോ ഏഞ്ചൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു ദീപക്. ഇത് സത്യമാണോ അല്ലയോ അവന് മാത്രമാണ്. അല്ല ഇതിനെന്തോ പേരുണ്ട്. കൃത്യം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നോക്കിയിട്ട് വേണം പറയാം കേട്ടോ. ഫുഡ് കഴിക്കാനും കണ്ടോ? അവിടെ കണ്ടു പോവാ. പിക്കാട്ടിലും കണ്ടു പോവാ ആയിരിക്കും. എന്തോടെ ഇത്? നീ എന്തോ പറഞ്ഞേ? ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തോ പറഞ്ഞേ? പറക്കാൻ പോവാന്നോ? ഏടാ നീ എന്തോ പറഞ്ഞേ? ഇത് പറക്കുന്ന പറന്നു പോവാ. ഏഞ്ചൽ സ്ട്രീറ്റ് ദീപക്കിൻ്റെ. അയ്യോ ഇടിച്ചിടുപോടെ തന്നെ. കൈ വ്യത്യാസമുണ്ട്. ഓ എല്ലാത്തിനും മറ്റേല് വിരിച്ചു പിടിച്ചിട്ട് താത്തി മറ്റേല് ഓടിക്കും. ഒളുക്കിയാന്നോ? ഇത് നെഞ്ചു വിരിച്ചു പോകുന്ന മാലാഖ. അത് പ്രാർത്ഥിക്കുന്ന മാലാഖ. ഇത് നെഞ്ചു വിരിച്ചു പോകുന്നു. ഞാൻ നിങ്ങളെ തപ്പുമായിരുന്നു. ഹലോ ഗായ്സ്. അങ്ങനെ ലണ്ടനിലെ ഫയർ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ രാവിലെയൊക്കെയായി എത്തിയപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഡാർബിയിലോട്ട് പോവുകയാണ്. ഇപ്പം ലൂട്ടണിയിൽ നിന്ന് ഇറങ്ങി. മഴയാറുന്നുണ്ട്. ഇന്നലെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഡ്രോൺ ഷോ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നലത്തെ ആ ഡ്രോൺ ഷോ. അത് കഴിഞ്ഞിട്ട് ഫയർ വർക്കും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ റൂമിലെത്തിയപ്പോഴത്തേക്ക് രാവിലെ 6 മണിയൊക്കെ ആയി. ബസ് ഗ്രീൻ ലൈനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അവിടെ ഇച്ചിരി തിരക്ക് കാരണം അവർ നമ്മളെ ക്യൂ നിൽക്കാൻ പറഞ്ഞിട്ട് ആരും ക്യൂ നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ ആൾക്കാർ കുത്തി കയറി ഇടിച്ച് കയറി അങ്ങ് പോയി.
പിന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടാത്തതുകൊണ്ട് പിന്നെ അവസാനം ഞങ്ങൾ ടാക്സി വിളിച്ച് വന്നു. അങ്ങനെ ട്രെയിനിൽ കയറി. എൻ്റെ കോച്ചിൽ ഒറ്റ മനുഷ്യരില്ല. ഇന്ന് ഓഫൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ലീവാണ്. കണ്ടോ ഡോറടയ്ക്കും. നമുക്ക് ഈ ട്രെയിനിൻ്റെ അകത്ത് ഇപ്പം ആരുമില്ലല്ലോ, ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് നോക്കാം. ഞാൻ ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല. വേണ്ട, ഇവിടെ ഒരു സ്വിച്ചുണ്ട്, ഓട്ടോമാറ്റിക്കലി തുറന്ന് വരും. സോപ്പ് വാട്ടർ ഡ്രയർ, അങ്ങനെ ക്ലോസറ്റ്. നല്ല വൃത്തിയുള്ള ഒരെണ്ണമാണ് കേട്ടോ. കയറിയേക്കാം. ക്ലോസ് ചെയ്തിട്ട് അടയുന്നില്ലല്ലോ. ഒന്നുകൂടെ നോക്കാം. സൈഡിലൊക്കെ സീറ്റുണ്ട് കേട്ടോ. തിരക്ക് വരുമ്പം ഇപ്പം ആൾക്കാരില്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതെപ്പോഴും ഫുള്ളായിരിക്കും. എൻ്റെ ഫ്രണ്ടിലുള്ള കോച്ചിൽ ഒരാളേ ഉള്ളൂ, ബാക്കിലുള്ള കോച്ചിൽ ഒരാളെ കയറിയിട്ടുള്ളൂ. വേറെ ഞാൻ ഇവിടുന്ന് നോക്കിയപ്പോഴും ആരെയും കണ്ടില്ല, ഒറ്റൊരാളെ കാണുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.